രാവിലെ തന്നെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഉഷാറില്ല കേട്ടോ ജോലി ചെയ്യാൻ. അതെന്താണെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു സ്വഭാവമായി പോയി. പഞ്ചസാര ടിന്നിൽ പഞ്ചസാര തീർന്നപ്പോഴത്തേക്ക് വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ 2.5 ഗ്ലാസ് ചായ വെച്ചു, 1/2 ഗ്ലാസ് തേജുവിനും മതി എന്ന് പറഞ്ഞു. അവൻ നിന്ന് കുടിച്ചു, ഞങ്ങൾ ഇരുന്ന് കുടിച്ചു കേട്ടോ. അവനെ ആരും വഴക്ക് പറയരുതെന്ന് പറഞ്ഞു നിന്ന് കുടിച്ചതിന്. അപ്പോൾ ഇന്ന് അവനാണ് കട തുറക്കാൻ പോകുന്നത്. വേറൊന്നും കണ്ടല്ല, ചേട്ടൻ ഇന്നലെ അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ പോയി, നാളെ വരുത്തുള്ളൂ. പിന്നെ ഞാൻ ഓടി അടുക്കളയിലോട്ട് കയറി. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമാണ്, പക്ഷേ ഗൗരിക്ക് പോകേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് നെയ്ച്ചോറാണ് വെക്കുന്നത്. അതിനുള്ള അരിയാണ് പാറ്റിയത്, ചെള്ളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറ് വെച്ചു, അതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി അത്തപ്പൂവായിട്ട് നമ്മൾ മല്ലി ചീരയൊക്കെ ഇട്ടു. പിന്നെ ഇന്ന് തിങ്കളാഴ്ച വ്രതമായിട്ട് എനിക്കിന്ന് ഒരിക്കലും ഉണ്ണാണ്. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ണത്തില്ല, നാമം ജപിച്ചിട്ട് ഉണ്ണത്തില്ല. അപ്പോഴത്തേക്ക് തേജുവിനും എടുത്ത് വെച്ചപ്പോഴത്തേക്ക് തേജു എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇന്ന് ഞാനും വ്രതം എടുക്കുവാന്ന്. പിന്നെ ഞാൻ ആ ചോറെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്, രാത്രി വന്ന് ചൂടാക്കി ഞങ്ങൾക്ക് കഴിക്കാം. 9 മണിയായപ്പോഴത്തേക്ക് ഞാനും ഒരുങ്ങി കടയിലോട്ട് പോയി. തേജുവിനും രാവിലെയുള്ള ആഹാരവും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഗോതമ്പിൻ്റെ അടയാണ് ചെയ്തത്. അപ്പോൾ കൂവളത്തിൻ്റെ ഇലയൊക്കെ വെച്ചാണ് ഞാൻ